ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോളോ ടുട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിട്ടുള്ള നമ്മൾ സ്വന്തം പാർലി പോയേക്കാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞാനുണ്ട്, താരിക്കുണ്ട്, അതുപോലെ താരിക്കോടെ കാസിങ് തുടങ്ങിക്കൊണ്ടോ, വൈറ്റ് കാസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കാമോൺ. നമ്മൾ പുഴയെ കൂടെ നടന്നിട്ടാണ് പോണത്. പുഴ നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ പുഴയെ കൂടെ ഞങ്ങൾ ഡെയിലി എപ്പോഴും പോകണം പുഴ കേട്ടോ. ഞങ്ങൾക്ക് അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ കൂടെ അങ്ങനെ ക്രോസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ആരും പുഴയൊക്കൊന്നും അറിയാത്ത സ്ഥലത്ത് കൂടെ ഇറങ്ങാൻ നിൽക്കരുത്. ഞങ്ങൾ അറിയുന്ന സ്ഥലത്ത് കൂടെയാണ് ഈ പോണത്. എല്ലാവർക്കേ ഫ്ലാഷ് ഉണ്ടോ? എത്ര ദിവസമായി ഫിഷിങ് ഇറങ്ങിയിട്ട് നമ്മൾ? അല്ല, ഞാൻ രാവിലെ പോയിക്കണം അയൽക്കാട്ടിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ വരും. ഗൈസ്, നമ്മൾ ഏകദേശം പുഴയുടെ നടുവിലെത്തിട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോകാണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പോവാം. നല്ല അടിപൊളി കേട്ടോ, ഇത് വൈബാണ് പുഴയിൽ കൂടെ പോലെ. അപ്പോൾ എല്ലാവരും പുഴയിൽ കൂടെ പോണവർ മാത്രം, അറിയണവർ മാത്രം പുഴയ്ക്ക് ഇറങ്ങിയാൽ പറ്റുമോ. എല്ലാവരും ഇറങ്ങാൻ നിൽക്കരുത്, റിസ്ക്കാണ് സംഭവം. നമ്മൾ പിന്നെ ഇങ്ങനെ ചെറുപ്പം മുതലേ കൂടെ പോയതുകൊണ്ടാണ് ഇങ്ങനെ പോരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോരില്ല, ഇറങ്ങില്ല. കാരണം എവിടേക്കാണ് കുഴി, എവിടേക്ക് കായെന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ല. അതുകൊണ്ട് അറിയാത്തവരൊന്നും പുഴയിലാണ് ഇറങ്ങാൻ നിൽക്കണ്ട. നമ്മൾ പറയുന്നതുകൊണ്ടാണ് ഒരു ധൈര്യത്തോടെ ഇറങ്ങി പോകണേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അവനവിടെ തടി ആവണം നോക്കുക. ഓക്കെ ഗൈസ്, ഒരുത്ത അവിടെ തക്കുത്തിക്കോ താനൂറ് കളിച്ചിട്ടുണ്ടോ. ഭയങ്കര ഒഴുക്കലാണ്. ഞാൻ വീണുതാ, ഞാൻ ഒന്ന് ചിറകി വീണു. അപ്പോൾ കാലുമ്പോൾ തപ്പടെ മുറിയായി. വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ കാശി തന്നെ. അപ്പോൾ ഗൈസ്, ഞാനെന്തായാലും ഈ ഇക്കരമ്പ് എത്തി. അപ്പോൾ നമ്മളെ സ്പോട്ടിക്ക് പോയി കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ അക്കരമ്പ് നമ്മളെ സ്പോട്ടിക്ക് തന്നെ. അപ്പോൾ എന്തായാലും അവിടെ പോയേക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, പിന്നെ പറയാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കാതെ ജസ്റ്റ് ഒരു മീൻ പിടിച്ചാനൊക്കെ ഇറങ്ങിക്കോളി. ഭയങ്കര വൈബാണ്. അത് പോയവർക്ക് അറിയാം, മീൻ പിടുത്തം അടിപൊളി വൈബാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങാം, അത്രേ പറയാനുള്ളൂ. കാരണം ഫിഷിങ് എന്ന് പറയണത് ഒരു പെയിൻ റിലീഫുമാണ്, ടെൻഷൻ റിലീഫുമാണ്, ഒക്കെയാണ്. അത് ചെയ്തവർക്ക് അത് അതിൻ്റെ കിക്ക് അറിയാം. കാരണം ഞങ്ങൾ മീൻ പിടുത്തം തുടങ്ങിയത് ഞങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഇല്ലാതെ പറ്റൂല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചിലപ്പോൾ ഞായറാഴ്ചയിലും ലീവ് ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ഇറങ്ങും. അതാണ് ഞങ്ങളെ ഇപ്പോഴത്തെ ഒരു ഇത്. പിന്നെ നമുക്കിന്ന് പോയേക്കാം, എന്തെങ്കിലും കിട്ടുക നോക്കിക്കാം. ഇത് സ്പോട്ട് നല്ല സ്പോട്ടാണ്. കരിമീൻ പ്രതീക്ഷ ഉണ്ട്, പരല് പ്രതീക്ഷ ഉണ്ട്, വാളൊക്കെ നോക്കണം. കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ. നമ്മൾ പോണ സ്പോട്ട് അവിടെ കേട്ടോ, ആ ടാങ്കിലൂടെ. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉള്ളൂ, അവിടെ പോയേക്കാം. നമ്മളെ സ്പോട്ട് ഇതാട്ടോ. ഈ സ്പോട്ട് എല്ലാവർക്കും അറിയണ്ടാവും, എൻ്റെ വീഡിയോ കാണാനൊക്കെ അറിയണ്ടാവും. ഇവിടെ നമ്മൾ ഇടാൻ പോണത്. നോക്കിയേക്കാം എന്തെങ്കിലും കിട്ടും നോക്കിയേക്കാം. വള്ളത്തിൻ്റെ കണ്ടീഷൻ ഈ ചളി ഫുള്ളൊന്ന് അടിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യണം, നോക്കട്ടെ. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇവിടെ ഫിഷിങ് തുടങ്ങാം. ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യണത് കരിമീനാണ്, അതുപോലെ തന്നെ പരല്, പിന്നെ വാള, ചേറാൻ ഐറ്റംസ്. നോക്കട്ടെ എങ്ങനെ ലെവലറിയില്ല. നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. താരിക്ക് വരുന്നുണ്ട്, താരിക്ക് വന്നിട്ട് കാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്, നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ മീൻ അടിച്ചില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണ്. നമ്മൾ കുറച്ച് കാസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഷെബീർക്ക് വരുന്നുണ്ട്, ഷെബീർക്ക് വരാൻ കാത്തിക്കാണ്. ഷെബീർക്ക് വന്ന് നമുക്ക് കുറച്ച് കാസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ് ചെയ്താലും കിട്ടും നോക്കാം. അത് നമ്മളെ വേറെ സ്ഥലമാണ്, വേറെ സൈഡ് കേട്ടോ പോയുടെ. അപ്പോൾ നല്ല വൈബ് സ്ഥലമാണ് കണ്ടോ. അപ്പോൾ ഒടുക്കാണ് അടുത്ത് നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങുന്നത്. താരിക്ക് ബാക്കിലുണ്ട്, നമുക്ക് നോക്കി നോക്കാം പോയിട്ട് സെറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷെബീർക്കാണ് വന്നു കേട്ടോ. ഷെബീർക്ക് വന്നതാ, ഷെബീർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിൽ പോലെ ഇതെന്താ കിടക്കണേ? ഒന്നുമില്ല, ഒന്നുമില്ല ഗൈസ്. താരിക്കിന് ഇപ്പോൾ നല്ലൊരു പണി കിട്ടിക്കാണ്. നമ്മളെ ഷെബീർക്ക കഴിഞ്ഞ വീട്ടിൽ ഷെബീർക്കാൻ്റെ മാസവരിക കാസ്റ്റിങ്ങും മീൻ പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഓരോ മുന്നിലോട്ട് ഉണ്ടാ എന്തായാലോ നാട്ടിൽ വരിക, നാട്ടിൽ ഫുള്ള് കയറി ആന്ന്. അവിടെ എന്തായാലും മീൻ കിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ നോക്കി നോക്കാം. എന്തായാലും സെറ്റ് സ്ഥലം കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. പോയേക്കാം നമുക്ക്. ഇവിടുന്നോ ഏത് വരല്ലോ? ചേറാനോ? ചേറാനല്ലേ?
സായമരാണ് തൂ ഹരിമതേ. ചൂണ്ടക്കാരുണ്ടോ അവിടെ അല്ലേ? അത് എറിഞ്ഞിട്ടിക്കണം. ഗൈസ് നമ്മൾ രാവിലെ ഉപയോഗിച്ച ടാക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടാമത്തെ വീഡിയോ. ഇത് നമ്മളെ രണ്ടും ഒരുമിച്ചെടുക്കാം. പോകില്ലല്ലോ, കണ്ടുപിടിച്ച് പോകുന്നത്. ഇത് ബ്രൂട്ടസിൻ്റെ തന്നെ പവറിനെ പണി. ഇതെന്ത് ചെയ്യാ? പിടിച്ചോ. പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ശിവർക്ക് അവിടെ ഉണ്ട്. നമ്മുടെ സ്പോട്ട് ഇതാണ്. ആണോ? പുതുപാലത്തിൻ്റെ അവിടെ കേട്ടോ.